വാടകയും മോന്തരം ഇവിടെ ജീവിക്കാൻ മേത്തൊരു അന്തരീക്ഷമാണ്. പല പ്രാവശ്യം മുനിസിപ്പാലിറ്റിയിൽ അതിന് പരാതി കൊടുത്തിണെങ്കിൽ അതിന് യാതൊരു നടപടികൾ സ്വീകരിക്കുകയോ അതിനുള്ള പരിഹാരം കാണുകയോ ഇന്നുവരെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര പുലമൺ തോട്ടിൽ ഹോട്ടൽ മാലിന്യം കൊണ്ട് പൊറുതിമുട്ടി സമീപവാസികൾ. കടുത്ത വേനലിൽ ഈ തോടിനെ ആശ്രയിക്കുന്നവരാണ് തോടിന് സമീപം താമസിക്കുന്നവർ. ദുർഗന്ധം കാരണം പുറത്തിറങ്ങാൻ വയ്യ എന്നാണ് തോടിന് സമീപത്ത് താമസിക്കുന്നവർ പറയുന്നത്. അതിനാൽ നഗരസഭ ഇതിന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഞാൻ താമസിക്കുന്ന MC റോഡിൻ്റെ സൈഡിൽ ഓക്സിജൻ്റെ ഷോറൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഒറ്റ വീട്ടിലാണ് താമസിക്കുന്നത്. വേസ്റ്റുകൾ സുഖമായിട്ട് പലയിടത്തെയും വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സത്വര നടപടി കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ട നടപടി കളക്ടറുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകണമെന്നുള്ള. കാരണം ഇവിടെ കൊടുക്കുന്ന എല്ലാ പരാതികളും അവരില്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പരിഹാരം ഇന്നുവരെ കണ്ടിട്ടില്ല. വർഷങ്ങളോളമായിട്ട് ഞങ്ങൾ സത്യാഗ്രഹവും ധർണയും ഒക്കെ നടത്തിയിട്ടുള്ളതാണ് ഈ പ്രശ്നമായിട്ട്. മാലിന്യ കൂമ്പാരങ്ങളാണ് ഇത് ഈ തോടുകളിൽ വീക്ഷിക്കുന്നത്. അതിന് പരിഹാരം ഉടനെ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതിനുള്ള അസുഖങ്ങൾ ഇത്രയും മാറ്റിത്തരുന്നതിന് വേണ്ടി മഴക്കാലമായി കഴിഞ്ഞാൽ ഇല്ലാത്ത രോഗങ്ങൾ മൊത്തം ഉണ്ടാവും. വേണ്ടുന്ന രീതിയിൽ കൂടെ പരിശോധന നടത്തുമ്പോൾ നിങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് ബോധ്യപ്പെടുന്നതാണ്. അതിന് നടപടി തന്നെ സ്വീകരിക്കണം. ഇവിടെ കടക്കാർ കാശുണ്ടാക്കുന്നു, പക്ഷേ തൊട്ടടുത്ത് താമസിക്കുന്ന ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടുന്ന് പോകുന്ന വേസ്റ്റ് മഴക്കാലം ആകുമ്പോൾ മഴയത്ത് ഇതെല്ലാം കൂടെ ഇളകി നേരെ എരപ്പങ്കലങ്ങി ചെന്ന് സന്ധിക്കുകയും, അതായത് ഈ ആര്യാസിൻ്റെയും ഇന്ത്യൻ കോഫിയുടെയും കൂടെ വേസ്റ്റിനകത്ത് ചെന്ന് കയറി അത് നേരെ പുലമൺ തോട്ടിൽ ചെന്ന് സന്ധിക്കുന്നു. അവിടുന്ന് മൈലം ഇഞ്ചക്കാട് മുതലായ തോടുകൾ വഴി ഈ വേസ്റ്റ് പോവുകയും ഈ തോടിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാരുടെ കിണറ്റിൽ ഈ വെള്ളം ഉറവാഞ്ഞിറങ്ങുകയും ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുകയാണ് ഇന്ന് ഇവിടുത്തെ ആരോഗ്യസ്ഥിതി അധികൃതർ കാണിക്കുന്നത്. അതിന് വേണ്ടുന്ന ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഈ ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യം പൂർണ്ണമായി ഉറപ്പാണ്. അതുകൊണ്ട് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിനെങ്കിലും ഇതിനൊരു സത്വര നടപടി ഉണ്ടാക്കണമെന്ന് താഴ്മയായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കാരണം പരിസരത്ത് താമസിക്കുന്ന ഒരു അഭയാർത്ഥി എന്ന രീതിയിൽ കൂടെ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കൂ.